ഹോർമുസ് കടലിടുക്കിൽ വ്യാപാരം സ്തംഭിച്ചതിന്റെ കാരണം ഇസ്രയേലും യുഎസുമാണെന്നുള്ള ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത് നിയമവിരുദ്ധ സൈനിക നടപടികളാണെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. ശത്രുത അവസാനിപ്പിച്ച് ചർച്ച നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ബീജിംഗിൽ മാധ്യമപ്രവർത്തകരോടാണ് പ്രതികരണം നടത്തിയത്. ഹോർമോസ് ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കാണ് അത് സ്വതന്ത്രമാക്കാനുള്ള ഉത്തരവാദിത്തമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം എത്തിയത്. സ്വതന്ത്രമാക്കുന്നതിന് യുദ്ധക്കപ്പലുകൾ അയക്കാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങളോട് നേരത്തെ തന്നെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സൈനിക നടപടികളിൽ നേരിട്ടിടപെടാൻ യുഎസിന്റെ സഖ്യകക്ഷികൾ അടക്കം തയ്യാറായിട്ടുമില്ല. ലോകത്തെ പ്രതിദിന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 1/5 കൊണ്ടുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ ഉപരോധം വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വിഷയത്തിൽ വിവിധ ലോക നേതാക്കൾ കടുത്ത ആശങ്ക പങ്കുവച്ചിട്ടുമുണ്ട്. സാഹചര്യം ലഘൂകരിക്കാനും പ്രാദേശിക അസ്ഥിരത ആഗോള സാമ്പത്തിക ഊർജ്ജ സുരക്ഷയെ കൂടുതൽ ബാധിക്കാതെ തടയാനും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം അതിന് വിരുദ്ധവുമായിരുന്നു. ഇറാനെതിരെ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു. യുഎസ് ഖേദം പ്രകടിപ്പിച്ച് കീഴടങ്ങുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ യോഗം ചേർന്നു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യെവറ്റ് കൂപ്പർ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ഇന്ത്യക്കും ക്ഷണമുണ്ടായിരുന്നു. വെർച്വലായി നടന്ന യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പങ്കെടുത്തതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. ഹോർമുസ് അടച്ചിട്ട ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ധിയാക്കിയെന്നാണ് ബ്രിട്ടൻ കുറ്റപ്പെടുത്തിയത്. യുഎസ് യോഗത്തിൽ പങ്കെടുത്തില്ല. ഹോർമുസ് സുരക്ഷിതമാക്കുന്നത് അമേരിക്കയുടെ ചുമതലയല്ല എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ യോഗവും നടക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ തങ്ങളെ പിന്തുണയ്ക്കാത്തതിന് യൂറോപ്യൻ സഖ്യകക്ഷികളെ ട്രംപ് വിമർശിക്കുകയും നാറ്റോയിൽ നിന്ന് യുഎസ് പിന്മാറുമെന്ന ഭീഷണി വീണ്ടും ഉയർത്തുകയും ചെയ്തിരുന്നു. ഹോർമുസ് വീണ്ടും തുറക്കുന്നതിന് സൈനിക മാർഗങ്ങളെക്കാൾ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നാണ് ബ്രിട്ടന്റെ നിലപാട്. എണ്ണ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവ് ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളെയും വ്യവസായങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹോർമുസിലും സമീപ മേഖലകളിലുമായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ 23 നേരിട്ടുള്ള ആക്രമണമുണ്ടായി. ഇതിൽ 11 കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടതായും ഷിപ്പിംഗ് ഡേറ്റാ സ്ഥാപനമായ ലോയ്ഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. കടലിടുക്കിലൂടെയുള്ള ഗതാഗതം വളരെയേറെ കുറഞ്ഞു. ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ആർക്കെല്ലാം കടന്നുപോകാമെന്നത് സംബന്ധിച്ച് ഇറാൻ പരിശോധന നടത്തുകയാണ്. ലോയ്ഡ്സ് റിപ്പോർട്ടിൽ പറയുന്നു. 40-ലധികം രാജ്യങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ കടലിടുക്ക് സുരക്ഷിതമായി വീണ്ടും തുറക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്രപരവും ആഗോളതലത്തിലുണ്ടായ ആസൂത്രണ നടപടികൾ ചർച്ച ചെയ്തതായും യുദ്ധത്തിൽ കുടുങ്ങിയ 2000 കപ്പലുകളിലെ 20,000 നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തതായി കൂപ്പർ പറഞ്ഞു. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്ന വ്യക്തിയാണ് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ്. നിലവിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ വാൻസ് പാകിസ്ഥാൻ ഇടനിലക്കാരോട് സംസാരിച്ചതായി റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്ഷമനാണെന്നും ചില യുഎസ് ആവശ്യങ്ങൾ നിറവേറ്റിയാൽ വെടിനിർത്തലിന് തയ്യാറാണെന്നും വാൻസ് കടുത്ത ഭാഷയിൽ അറിയിച്ചതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുമുണ്ട്. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞതിനു ശേഷം അടുത്തിടെ പാകിസ്ഥാൻ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇസ്ലാമാബാദ് ചർച്ചകൾക്ക് വേദിയാകുമെന്നാണ് റിപ്പോർട്ടുകളുമുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.